സെബാസ് എന്നുള്ള ഒരു വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥികൾ തല്ലിക്കൊല്ലുകയുണ്ടായി. ഇതുകൂടാതെ ഈ അടുത്ത് കുട്ടികളുടെ മനോഭാവത്തിലുള്ള അക്രമാസക്തിയെ കുറിച്ച് ജനങ്ങൾ വളരെയധികം ആകുലരാണ്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അമിത ഉപയോഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. പാരന്റിംഗിൽ അഥവാ ശിക്ഷണത്തിൽ വന്ന വ്യത്യാസം, കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റാതിരിക്കുകയും കുട്ടികളെ ശാസിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന, കുട്ടികൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമങ്ങൾ വളരെ സജീവമായിരിക്കുന്ന ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കുള്ള ഇത്തരം പ്രൊട്ടക്ഷൻ കാരണമാണ്. അതുകൊണ്ടാണ് കുട്ടികളിൽ ഇത്തരം അക്രമാസക്തി വളർന്നു വരുന്നത്. ഈ നിയമങ്ങളിൽ വല്ല പാലിച്ചു വന്നതുകൊണ്ടാണ്. പാരന്റ്സിന്റെ ഇത്തരം ആകുലത എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? പേരൻസിന്റെ ആകുലത പരിഹരിക്കാനായിട്ടുള്ള പോലെ. അതുകൊണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളെല്ലാം ഈ വിഷയങ്ങളെ മുഴുവനും ഇപ്പം ഇയാൾ ഈ പറയുന്ന കാരണങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം വരുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജഭരണമാണ് നല്ലത് എന്നുള്ള വാല്യൂ, അത്തരത്തിലുള്ള മൂല്യബോധമുള്ള ആൾക്കാരുടെ ലോകവീക്ഷണത്തിനകത്തു നിന്നുള്ള വെപ്രാളങ്ങളാണ് ഇയാൾ പറഞ്ഞതല്ല. ഇത് ഒരു സംശയവും വേണ്ട. ഈ പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ, ശിക്ഷകൾ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ശിക്ഷകൾ കുറയുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതുപോലെ തന്നെ ഡ്രഗുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അതേപോലെ തന്നെ ആളുകൾ സ്ട്രിക്റ്റായിട്ട് പെരുമാറാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ വശങ്ങളൊന്നും ഇല്ല എന്ന് ഒരിക്കലും നമ്മൾ കാണരുത്. ഇതെല്ലാ വശങ്ങളും ഉള്ളത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്തുകൊണ്ടാണ് ഡൈവോഴ്സ് കൂടുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീകൾ സ്വന്തമായിട്ട് വിദ്യാഭ്യാസം നേടി വരുമാനം ഉണ്ടായതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുത്, വരുമാനം കൊടുക്കരുതെന്നാണല്ലോ അതിൻ്റെ മറുവശത്ത് പറയേണ്ടത്. അങ്ങനല്ലേ? അങ്ങനെ അത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ശരിയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. വളരെ നിയന്ത്രണത്തോടെയാണ് ഇപ്പോൾ താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും സ്ത്രീകളൊക്കെ അവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ. നല്ല അച്ചടക്കത്തോടെ തന്നെ അവർ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെയാണോ നമ്മൾ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത്. അടിമകളുടെ അടിയാളരായിരിക്കുന്നവരുടെ പ്രജകളുടെ ജീവിത ബോധമത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഉത്തരങ്ങളെല്ലാം പറയുന്നത്. ഇതൊരു സംശയവും വേണ്ട. ജനാധിപത്യ മൂല്യങ്ങൾ ഒരു സമൂഹത്തിൽ വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അച്ചടക്കങ്ങൾ ഇല്ലാതാവും. അത് ഈ നാട് നശിക്കുകയാണെന്ന് പറയാത്ത ഒരു അമ്മയും അച്ഛനും ഉണ്ടാകത്തില്ല. ഒരു സാമുദായിക പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നവർ പറഞ്ഞാൽ സമൂഹത്തിനെ എങ്ങനെ നന്നാക്കണമെന്ന് ചോദിച്ചാൽ നല്ല അടിമകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് വലിയ അപകടമായിട്ട് തന്നെ തോന്നും. ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ്. ഇത്തരത്തിലുള്ളൊരു മൂല്യ സംഘർഷം ഇവിടെ ഉണ്ടെന്ന് നമ്മളറിയാം. ഒരേ സമയത്ത് അടിമകളായി ആളുകൾ കഴിയുന്നത് വളരെ അച്ചടക്കമുള്ളതായിട്ട് അനുഭവിക്കും. അത് മാറാനായിട്ട് ശ്രമിക്കുന്ന സമയത്തല്ല തറുതല പറയുന്നു എന്ന് പറയുന്ന വരികളൊക്കെ അവൻ്റെ നിപ്പും മട്ടും കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂല്യബോധം തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് ഒരു സൈഡിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരെ എപ്പോഴും നിൽക്കും. ഞാൻ എൻ്റെ മകനോ മകൾക്കോ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടാണ് അവർ കുഴപ്പത്തിലായി പോയത് എന്ന് പറയും. രാത്രി നടക്കാൻ പോയവരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു പോയത് നമ്മൾ നടക്കാൻ അനുവദിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നീ അവരെ എന്തിനാ അഴിച്ചു വിട്ടത് എന്ന് ഒരാൾ വീട്ടിൽ വന്ന് അമ്മാവന്മാർ വീട്ടിലേക്ക് വന്ന് ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്തിനാണ് അവരെ അഴിച്ചു വിട്ടത്? ഈ ചോദ്യത്തിന് മുമ്പിൽ അപകടം വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ആളുകൾക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ബലാത്സംഗം ചെയ്യപ്പെട്ടത് ഇവർ രാത്രി നടക്കാൻ പോയത് കൊണ്ടാണെന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലാതെ ബലാത്സംഗം ചെയ്ത ആളുണ്ടായത് എങ്ങനെയാണെന്നോ ആ ബലാത്സംഗം ചെയ്യുന്ന സമൂഹം എങ്ങനെ ഉണ്ടായെന്നോ ഉള്ള ചർച്ചയിലില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എല്ലാവരും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ ചർച്ചയ്ക്കകത്തും ഇത് തന്നെയാണ്.
അത് നമ്മൾ അതിൻ്റെ സമീപന രീതിയെ പറ്റിയാണ് മനസ്സിലാക്കുന്നത്. ഇതെന്നും ഒരു സമൂഹം മാറാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെത്താൻ തെരഞ്ഞെടുത്തവർ, പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പിണങ്ങി പിരിഞ്ഞാൽ ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഈ പണിക്ക് നീ പോകരുതെന്ന് പറയത്തില്ല. സകല ജാതകവും നോക്കി ചൊവ്വായ വരെ കെട്ടി അവിടെ ആണി അടിച്ച് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് കല്യാണം കഴിപ്പിച്ചവർ പിരിയുമ്പോൾ ഈ സകല ആളുകളും കൂടി ചേർന്ന് അവരെ എങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ നോക്കുന്നതാണ്. പക്ഷെ തന്നെത്താൻ തെരഞ്ഞെടുത്തവരെ എങ്ങനെ പിരിക്കണം എന്ന് എല്ലാ ദിവസവും ആലോചിക്കുന്നവരാണ് അവർ. അതിനെന്തെല്ലാം ചെയ്യാവും, പാലം വലിക്കാവുന്നിടത്തല്ല, സ്വാഭാവികമായി മനുഷ്യർക്ക് സപ്പോർട്ട് കിട്ടേണ്ടതായിട്ടുള്ളത് മുഴുവൻ പിൻവലിച്ചിട്ട് നിന്നിട്ട് അവരുടെ പരാജയം അവർ തെരഞ്ഞെടുത്തത് കൊണ്ടാണെന്ന് വരുത്തുന്ന തരത്തിൽ പെരുമാറുന്ന ഒരു മൂല്യബോധമുണ്ട്. ആ മൂല്യബോധത്തിന്റെ ചർച്ചയാണ് നമ്മളിപ്പോൾ ഈ കേരളത്തിനകത്ത് നടക്കുന്നതല്ല. പറയുന്നത് ഒന്നും തന്നെ തെറ്റുമല്ല, അതിനൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞത് ഒന്നും തന്നെ തെറ്റല്ല. അടിക്കാതിരുന്നാൽ അടി വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാർ ബഹളം വയ്ക്കത്തില്ല, ബഹളം വയ്ക്കും. പക്ഷെ അവർ ബഹളം വയ്ക്കുന്നിടത്ത് എത്തിയത് എങ്ങനെയാണെന്നുള്ളത് അവർ ഇത്രയും നാളെ അടിച്ചുകൊണ്ടിരുന്നവർ നിർത്തിയപ്പോഴാണ് ആ ബഹളം വയ്ക്കുന്നത്. അതങ്ങനെ തന്നെയായിരിക്കും. അതിന് വേറെ പണികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ഇതുവരെ ചെയ്യപ്പെടാനോ തുടങ്ങിയോ അങ്ങനത്തെ ഒരു കാര്യമേ ആരംഭിച്ചിട്ടില്ല. ഇപ്പം മനുഷ്യാവകാശം വരിക, പക്ഷെ 1936 ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പോലീസ് നിയമം അങ്ങനെ തന്നെ നിലനിർത്തുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വശത്ത് മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, സ്ത്രീകളുടെ കമ്മീഷൻ എല്ലാം ഉണ്ടാകും. പക്ഷെ മറുവശത്തോ 1930കളിൽ എഴുതിയിട്ടുള്ള ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞ് പേര് മാറ്റി എഴുതി വെച്ചിരിക്കുന്ന സാധനവും അത് തന്നെയാണ്. കുറച്ചുകൂടെ കടുത്ത നിയമങ്ങളും കൂടെ എഴുതി ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനുഷ്യരല്ലാതാക്കുന്ന നിയമം കൂടെ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത എന്ന് പേരിട്ടിട്ട്. അത്രേ ഉള്ളൂ. ഇതൊന്നും തന്നെ ജനാധിപത്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലങ്ങൾ. ഞാൻ ഇരുന്ന് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ എത്രയോ നാളായിട്ട് പറയുന്നത്. ഇവിടുത്തെ ക്ലാസ് റൂമിനകത്ത് ഒന്ന് അടിയുണ്ടാക്കുന്ന കുട്ടികളെ ഉണ്ടാകൂ, അല്ലാതെ ഉണ്ടാകാനൊക്കത്തില്ല. നമ്മളിപ്പോൾ ഓൾ പാസ് കൊടുക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ഓൾ പാസ് ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ എന്തുവാണ് ഈ പരീക്ഷാ സമ്മർദ്ദം? ഓൾ പാസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത്? തോക്കുന്നവരെ പറ്റി. തോക്കുന്നവരല്ല മാനസിക പ്രശ്നം അനുഭവിക്കുന്നത്, ജയിക്കുന്നവർ തമ്മിലുള്ള കാൽമാർക്കിന്റെ വ്യത്യാസത്തിലുള്ള സമ്മർദ്ദമാണ് ഏറ്റവും വലുത്. എന്ന് പറഞ്ഞാൽ 80 തോക്കുന്ന ആൾക്കാർ വിഷമിക്കാതെ ജീവിക്കും. അവരെ പാസ്സാക്കിയാലും അവർക്ക് ഒന്നും തോന്നത്തില്ല. കാരണം അവർ കഷ്ടിച്ച് പാസ്സാക്കുന്നവർ ആർക്കാണല്ലോ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ ആ പഠനം തുടരത്തില്ലല്ലോ. അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർക്ക് താല്പര്യമുള്ളതോ അവർക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളതോ ജീവിതത്തിന് പ്രയോജനമുള്ളതായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ഈ കഥയൊക്കെ പറയുന്നത്. നമ്മുടെ ക്ലാസ് റൂംസ് ഉണ്ടാക്കുന്ന മനോരോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ്. സകല ക്ലാസ് റൂമും മനോരോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഇടമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ തൊഴിലില്ലാ പടയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അടിക്കുന്നില്ലെന്ന് പറയുന്ന സാധനം മാത്രമാണ് ഉള്ളത്. മനുഷ്യര് വിരോധത്തോടു കൂടി വളർത്താനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ അതിനകത്തിട്ട് ശ്വാസം മുട്ടിക്കുന്നിടത്ത് നേരത്തെ അടിച്ചമർത്തിയിരുന്ന സാധനം അടിച്ചമർത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും മാറിയിട്ടില്ലെന്ന് നമ്മൾ അറിയണം. ഞാൻ ഈ വിവാഹങ്ങൾ പ്രായപൂർത്തിയായവർ സ്വയം തിരഞ്ഞെടുത്ത് വിവാഹം കഴിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അറിയുന്ന ഒരൊറ്റ കല്യാണം പോലും വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോഴും നമ്മൾ ഒരു രജിസ്റ്റർ കച്ചേരിയിൽ നടക്കുന്ന കല്യാണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ MA-കാരൻ ഓട്ടോറിക്ഷ ഓടിച്ചത് ന്യൂസ് അല്ലേ? അതൊക്കെ ഇഷ്ടമുള്ള പണി ചെയ്യുന്നതിന് ഇവന്മാരെന്ത് ന്യൂസ് ആക്കുന്നേ? കാരണം ഈ MA-ക്ക് പഠിച്ചവൻ ഒരിക്കലും ഇത് ചെയ്യരുതെന്നാണ് ഇവര്. അത്ര ഉച്ചനീചത്വം ജോലികളോട് ഇതിനെല്ലാം ഉള്ള ഒരു സമൂഹമാണിത്. അതുകൊണ്ടാണ് ഇത്
അവന് വഴിതെറ്റിപ്പോയതായിട്ടാണ്. അവൻ തൊഴിലില്ലാതെ അവിടെ ഇരിക്കാം, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. 10 കൊല്ലമായിട്ട് തൊഴിലില്ലാതിരിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ ഈ തൊഴിൽ അത് തെറ്റാ. ഇതിന്റെ സംശയരഹിതമായ അറിവുള്ള ആൾക്കാരാണ് ഈ ഉപദേശ കമ്മിറ്റികൾ മുഴുവനും. ഈ സോഷ്യൽ മീഡിയക്കകത്തും ഈ പത്രത്തിനകത്തും എല്ലാം എഴുതുന്ന ഈ ആളുകൾ മുഴുവനും ഈ ഉപദേശക കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സ്വന്തം ജീവിതത്തിൽ ജീവിക്കാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ. ഈ ഡ്രഗ്സിന്റെ വിതരണക്കാരുടെ എണ്ണം കൂടിയത്, തൊഴിലില്ലായ്മ കൂടിയത് ഭാഗമാണ്. ഞാൻ ഇത് ഡ്രഗ്സിനെ പറ്റി ഇപ്പൊ ഒരു കത്ത് എഴുതിയില്ലേ, താനത് വായിച്ചില്ലാത്ത എണ്ണം കൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ പറയുന്നത്. ഞാൻ തനിക്ക് അയച്ചതാണല്ലോ ആ കത്ത്. ഞാൻ പകുതി മുക്കാലല്ല, അത് പറഞ്ഞ് വായിക്കാത്തവരാണ് മലയാളികൾ. താനതിന്റെ റെപ്രസെന്റേഷനുമാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. ഈ വിഷയം തന്നെ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പൊ ഇയാൾ ഈ ചോദ്യം എന്തുകൊണ്ടാണ് എന്നോട് ചോദിക്കേണ്ടി വന്നേ? ഞാൻ ആ കത്തെഴുതിയത് വായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് കൃത്യമാണ്. ദരിദ്രരായ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് മുഴുവൻ പേരും ഈ തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യും. അതിന് ഒരു സംശയം നമുക്ക് വേണ്ട. ആൾക്കാര് ഒരു മണിക്കൂർ കൊണ്ട് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ഒരു സംവിധാനം ഉണ്ടെന്ന് തോന്നി അത് ചെയ്യും. ഇതൊന്നും ഒരു സംശയം ആർക്കും വേണ്ട. ഇതൊക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. ഈ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം, നിലനിൽക്കുന്ന കുടുംബാന്തരീക്ഷം, നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ, ഇതെല്ലാം ശ്വാസം മുട്ടിക്കുന്നതാണ്. രാജാവിന്റെ കീഴിൽ രാജാവിന് വേണ്ടി പണം പിരിക്കാനുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇവിടുത്തെ ജനപ്രതിനിധികൾ. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. ആ നിലവാരത്തിൽ അനുഭവിക്കുന്ന സാധനങ്ങൾ ഒന്നും തന്നെ മാറ്റാതെ ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കാരിയേഴ്സ്, അതിന്റെ വാഹകരാകാൻ ആരുമില്ല. പരീക്ഷകളൊന്നും ഇല്ലാതെ കുട്ടികളെ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നിടത്താണ് ഈ ബാക്കി കാര്യങ്ങൾ നിൽക്കേണ്ടത്. ഒരു വശത്ത് അതൊന്നും ചെയ്യാതെ ഡാം കെട്ടി നിർത്തിയിരിക്കുന്നത് തുറന്നു വിട്ടാൽ വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ലെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. കണിശ അതൊക്കെ എല്ലാ സമയത്തും അങ്ങനെയാണ്. നമ്മൾ നിലനിൽക്കുന്ന അടിച്ചമർത്തുന്ന ഒരു നിയമം പിൻവലിച്ചാൽ ആളുകൾ അതിൻ്റെ മേളിൽ വലിയ സെലിബ്രേഷൻ അപ്പം ചെയ്യും. അത് കഴിഞ്ഞിട്ടോ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോകും. അടിച്ചമർത്തലായിരുന്നു നല്ലതെന്ന് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പൊ ഈ പറയുന്നതാണ് ഇങ്ങനെയാണിത്. ഇത് ഈ സകല ആളുകളും രാജാവിന്റെ കാലത്തായിരുന്നെങ്കിൽ ഇവനെല്ലാം അമർത്തിയനെ. ഞാൻ നമ്മുടെ ജീവിതത്തിൽ വന്നില്ല, മറ്റവന്റെ ജീവിതത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതെല്ലാം. പോലീസുകാര് അനാവശ്യമായ ആളുകളെ തല്ലിച്ചതയ്ക്കുമ്പോൾ അത് അവർക്ക് കിട്ടേണ്ടതാണെന്ന് ബോധ്യമുള്ളവർ തന്നെയാണ് എല്ലാവരും. അവരവരുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ മാത്രമാണ് അത് ശരിയല്ലെന്ന് പറയുന്നത്. ഞങ്ങളവിടെ വെറുതെ ഞങ്ങൾ നല്ല ആളുകളാണ്, നമ്മളെല്ലാം നല്ല ആളുകളല്ലേ, നമ്മളെല്ലാവരും നല്ല ആളുകളാണ്. അവരെല്ലാം ചീത്തയാണ്. ഇക്കാര്യത്തിൽ സംശയരഹിതമായ അറിവുള്ളവരാണ്. ഈ വാല്യൂ ആണ് നിലനിൽക്കുന്നത്. അതിപ്പോ ഈ എന്താണ് അല്പന ഐശ്വര്യം അർത്ഥരാർത്ഥത്തിൽ കൊട പിടിക്കും എന്നൊക്കെ പറയത്തില്ലേ? എന്നാൽ അല്പരായ എന്ന് പറഞ്ഞാൽ ദരിദ്രരായ ആൾക്കാർക്ക് ഐശ്വര്യം കിട്ടിയാൽ അവര് അന്ന് കൊട പിടിക്കുക എന്ന് പറഞ്ഞാൽ വെയിലത്ത് പിടിക്കാതെ മാത്രമേ ഉള്ളൂ. മഴ പിടിക്കുന്നതിനെ പറ്റി മലയാളി പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ടാണല്ലോ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്നതിനെ പറ്റി നാണക്കേട് വരുന്നത്. വെയിലത്ത് മാത്രം പിടിക്കാനുള്ള ആണ് കൊട എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ ഇതൊക്കെ മനസ്സിലായ ആ വാല്യൂ എല്ലാം നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. വെയിൽ കൊണ്ട് കറക്കാതിരിക്കണം, അതിനാണ്. ഇത് ആരുടെ വാല്യൂ ആണ്? പാടത്ത് പണിയെടുക്കുന്നവർക്ക് എന്തായാലും വെയിൽ കൊണ്ടേ പറ്റത്തുള്ളൂ. ഈ അല്ലാതെ അല്പം വെളുത്തിരിക്കുന്നവർക്ക് കറക്കുന്നതിനെ പറ്റിയുള്ള വിഷമത്തിലാണ് ഈ അർദ്ധരാത്രിക്ക് കുട പിടിക്കരുതെന്ന് പറയുന്നത് പോലും. നമ്മളിത് മനസ്സിലാക്കണം. ഈ തരത്തിലുള്ള മൂല്യങ്ങളാണ് യഥാർത്ഥത്തിലുള്ളത്. കുട്ടികള് വയലന്റായി മാറുന്നത് തുറന്നു വിടുന്നുകൊണ്ടൊന്നുമല്ല. അവർക്ക് ശ്വാസം മുട്ടുന്ന
ക്ലാസ് റൂമും ശ്വാസം മുട്ടുന്ന ഹോംവർക്കും ശ്വാസം മുട്ടുന്ന വീടിനകത്തെ അന്തരീക്ഷം തന്നെയാണ്. അടിക്കരുതെന്ന് പറയുമ്പം അതിന് പകരം എങ്ങനെ വളർത്തണമെന്ന് ഒരു അക്ഷരം അറിഞ്ഞുകൂടാത്തവരാണ് ഈ നിൽക്കുന്ന പിള്ളേർ. കുട്ടികളെ വളർത്താൻ അറിഞ്ഞുകൂടാത്തവർ തന്നെയാണ്. കുട്ടികളെ അടിച്ചമർത്താൻ അറിയുന്നവരായിരുന്നു. അവരെയായിരുന്നു പണ്ട് അച്ഛന്മാരോ അമ്മമാരെന്ന് പറഞ്ഞിരുന്നത്. കുട്ടികളെ വളർത്തണമെന്നായി നമ്മൾ ഈ പറയുന്നേ. അതിന് സമയവും കാലവും ചെലവഴിച്ച് കുട്ടികളെ വളർത്താൻ പഠിക്കേണ്ടതുണ്ട്. അത് എന്താണ് ഈ പഠിക്കണമെന്ന് പറയുന്നത്? ജനാധിപത്യപരമായ പൗരബോധമുള്ളവരെ എങ്ങനെ വളർത്തണം എന്നായി പഠിക്കുന്നത്. അവരെ ഇതുവരെ തുടങ്ങിയിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല. അവിടെ വടിയെടുത്ത് കളഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ അടിച്ചു വളർത്തണം എന്ന് പറയുന്നവര് അടി എന്ന് പറയുന്നത് ശിക്ഷയാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് ലോകത്ത്. മനുഷ്യർ തമ്മിൽ ഉള്ള ബന്ധത്തിനകത്ത് അതിര് കടന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. ശിക്ഷ എന്ന് പറഞ്ഞാൽ അടിച്ചു ഒതുക്കുന്ന കാര്യമേ അല്ല. അത് രാജാവിന്റെ കീഴിലെ ആളുകൾ കിങ്കരന്മാര്, രാജകിങ്കരന്മാര് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ചെയ്തിരുന്നതാണ് അടിച്ചൊതുക്കുക എന്ന് പറയുന്നത്, കുന്തത്തെ കയറ്റി നിർത്തുക എന്ന് പറയുന്നത്, കഴിവിലേറ്റുക എന്ന് പറയുന്നത്. ഇതെല്ലാം രാജാവിന്റെ മർദ്ദന ഭരണമാണ്. ജനാധിപത്യമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. ജനാധിപത്യത്തിൽ പോലീസ് പാടില്ല എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. പൗരസഹായിയാകണം. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിപ്പോകേണ്ടത്, ആശുപത്രിയിൽ ഓടിപ്പോകുന്ന പോലെ ഓടിപ്പോകേണ്ട സ്ഥലമാണ് പോലീസ് സ്റ്റേഷനല്ല, പൗരസഹായ കേന്ദ്രം ഉണ്ടാകണം. ഈ തരത്തിലുള്ള മറുവശത്തെ കാര്യങ്ങൾ ചെയ്യപ്പെടാതിരുന്നിട്ട് ഇത് നിർത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്ന ന്യായമാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നവര്. ഈ കേരളത്തിനകത്ത് എല്ലാ ജില്ലയിലും കുടുംബ കോടതി ഉണ്ടായി. എല്ലാ ജില്ലയിലും കൗൺസിലിംഗ് സെന്റേഴ്സ് ഇഷ്ടപ്പെടും. ഇത് മുഴുവൻ ഉണ്ടായത് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടാണ്? അതിനു വേണ്ടി ഡൈവേഴ്സ് ഉണ്ടായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എല്ലാവർക്കും, സാധാരണക്കാരായ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തു. എങ്ങനത്തെ വിദ്യാഭ്യാസം കൊടുത്ത്? ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസം. ജനാധിപത്യ വിദ്യാഭ്യാസം കൊടുത്തു എന്നുള്ള തെറ്റിദ്ധാരണ വരരുത്. ജോലി കിട്ടി അല്പം വരുമാനം ഉണ്ടാകുന്ന സ്ത്രീകളും അവരെ പോലുള്ള താഴ്ത്തട്ടിലുണ്ടായിരുന്ന മനുഷ്യരും ഉണ്ടായപ്പോൾ ആ ആളുകൾ പഴയതുപോലെ പറഞ്ഞാൽ അനുസരിക്കാത്തവരായി. ഇത്രയാണ് സംഭവിച്ചത്. അത്രയും സംഭവിച്ചുള്ളത്. സ്വന്തം കയ്യിൽ പണം വന്നപ്പോൾ ആ പണം ഭർത്താവിന്റെ കയ്യിലോ അച്ഛന്റെ കയ്യിലോ കൊണ്ടുപോയി കൊടുക്കാതെ കുറച്ചെങ്കിലും കയ്യിൽ വെക്കാൻ പറ്റുന്ന ഒരാളായിട്ട് സ്ത്രീകൾ മുഴുവൻ മാറിയപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന നിലവാരത്തിലുള്ള സ്ത്രീകൾ ഉണ്ടായതാണ് ഡൈവേഴ്സിന് കാരണമായി മാറിയത്. സ്വന്തമായ വരുമാനമുള്ള ഒരാളായി മാറുന്നത് ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് ഈ പറയുന്ന നിലവാരത്തിൽ അത് എക്സർസൈസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതായിരുന്നു നിലനിന്നിരുന്നത്. അവിടേക്ക് തിരിച്ചു പോകണമെന്നാണ് നമ്മുടെ താലിബാൻ, ഹിന്ദു താലിബാനും ക്രിസ്ത്യൻ താലിബാനും മുസ്ലിം താലിബാനും ഒരുപോലെ പറയുന്നത്. താലിബാൻ എന്ന് പറയുന്നത് ഇത് ഏത് തരത്തിലുള്ള ഈ മൂല്യങ്ങളുമായിട്ടിരിക്കുന്നവന്മാരുടെ വാല്യൂ ആണ്. അത് അല്ല, മുസ്ലിങ്ങളല്ല താലിബാൻ. ഇതുപോലെ തന്നെ ഈ സിനിമയിലുള്ള ക്രൂരത, ഇപ്പോ മാർക്കോ എന്നുള്ള സിനിമ, പണി എന്നുള്ള സിനിമ, ഇതിലൊക്കെ ക്രൂരതയുടെ അതിപ്രസരണമാണ് കുട്ടികളിൽ ഇത്തരം ചിന്താഗതി രീതികളിലേക്ക് വളർത്തുന്നത് എന്നുള്ളൊരു, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ നമ്മുടെ കണ്ണിന്റെയും മൂക്കിനകത്തൂടെയും ചെവിക്കകത്തൂടെയും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിനകത്തേക്ക് വരുന്ന എല്ലാ കാര്യവും നമ്മുടെ ബോധരൂപീകരണം നടത്തും. ഒരു സംശയവും വേണ്ട. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പരസ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പറയണ്ടേ? പരസ്യം ചെയ്യുന്നത് വഴി സാധനം വിറ്റുപോവോ? ഇയാൾ പരസ്യം ചെയ്യുന്ന ആളല്ലേ. അപ്പൊ അത് ചെയ്യുമ്പോ പിന്നെ സിനിമ കണ്ടാൽ ആളുകളെ ബാധിക്കത്തില്ലെന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ എന്തുവാ ഈ പറയുന്നേ? ഒരു പരസ്യം ചെയ്ത് ആളുകളെ ഒരു കടയിലെത്തിക്കാനോ ഒരു സാധനം മേടിപ്പിക്കാനോ കഴിയുമെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏത് സാധനവും ആളുകളെ രൂപപ്പെടുത്തും. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. രാമായണവും മഹാഭാരതവും സീരിയൽ കാണിച്ചപ്പോൾ അതിന്റെ മുന്നിലെ പോയി വിളക്കം കത്തിച്ചിരുന്ന മനുഷ്യരല്ലേ ഈ നാട്ടിലെല്ലാം ഉള്ളത്. അപ്പൊ എന്താ, അവരെ ബാധിക്കത്തില്ലേ? അത് ഈ മഹാഭാരത സീരിയലോ അല്ലെങ്കിൽ രാമായണ സീരിയൽ കാണിക്കുമ്പോഴേ മാത്രമേ ബാധിക്കത്തുള്ളൂ. ഈ ആളുകൾ ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? എന്തിനാണ് സെൻസർ ബോർഡ് ഉണ്ടാക്കിയത്? എന്ത് കാണിച്ചാലും ബാധിക്കത്തില്ലല്ലോ.
പിന്നെന്തിനാണ് സെൻസർ ബോർഡ് ഉണ്ടാക്കിയത്? നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി. ഇതൊക്കെ ഒരേ വായിൽ ഈ 2 വരി ആളുകൾ പറയത്തില്ലേ? സെൻസർ ബോർഡ് ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാ? എന്തിനാണ് നിങ്ങൾ ക്ലാസ് റൂമിനകത്ത് സെലക്ട് ചെയ്ത കവിതയും കഥയൊക്കെ പഠിപ്പിക്കുന്നത്? എന്താ അത് സാരോപദേശ കഥകളൊക്കെ പഠിപ്പിക്കുന്നതിന്? കാണുകയും കേൾക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നേ? എന്താ അത് ബാധിക്കത്തില്ലേ? ഈ മാർക്കോ പോലുള്ള സിനിമകള് സെൻസർഷിപ്പിന്റെ ഫിലിമുകളാണ്. അവിടെ കയറി കണ്ടത് കുട്ടികളാണ് തിയേറ്ററുകളിൽ അവിടെ കയറി. ഞാൻ പറഞ്ഞല്ലേ, ഈ പറയുന്ന തരത്തില് നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള എല്ലാ കാര്യവും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ഒരു നിയമവും അനുസരിക്കാത്തവരുമാണ്. വേറൊരാള് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കണിശമായിട്ടും ഒരു ഡിസിപ്ലിനും ഇല്ലാത്ത മനുഷ്യർ തന്നെ നമ്മൾ. കാരണം അത് അടിമ സ്വഭാവമാണ്. അതാണ് പ്രജാ സ്വഭാവം. പകൽ മാന്യന്മാരായ മനുഷ്യരാണ് നമ്മൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന നിലവാരത്തിൽ സ്വന്തം ഉത്തരവാദിത്വം പേറി അവരവരുടെ ജീവിതം നയിക്കാം എന്ന് തീരുമാനിച്ചവരല്ല. ഈ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരെ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വിദ്യാഭ്യാസം കൊടുത്തേ പറ്റൂ. ആ സ്ഥലം തുടങ്ങിയിട്ടേ ഇല്ല. ഇതുവരെ ഭരണഘടന വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂംസ് ആണ് ഇത് മുഴുവനും. അവിടെ ഇപ്പോഴും പ്രാർത്ഥനയിലല്ലയോ ആരംഭിക്കുന്നേ. പിന്നെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുണ്ടാകും? 75 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞു. 3-ാം തലമുറയാണ്. 20 വർഷം വെച്ചിട്ട് നമ്മളൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3-ാമത്തെ തലമുറയുടെ സമയത്ത് ഇതുവരെ ഭരണഘടന ക്ലാസ് റൂമിൽ വായിച്ചിട്ടില്ലാത്ത, അത് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ലാത്ത, അവകാശങ്ങളെ പറ്റി പറയുകയോ എടുക്കുകയോ ചെയ്യാതെ അടിമകളാക്കി വളർത്തി, എന്നിട്ട് നിങ്ങൾ അവകാശമുള്ളവരെ പോലെ പെരുമാറണം എന്ന് പറയുമ്പോൾ അടിമയ്ക്ക് അവകാശമുള്ളവരായി പെരുമാറാൻ അറിയില്ല. അതുകൂടാതെയാണ് ഇത്തരം സിനിമകളിലൂടെ ക്രൂരത ജനങ്ങളിലേക്ക്. അങ്ങനെയാണല്ലോ. അത് ആ ഒരു വശമാണിത്. ഞാൻ പറയുന്നത്, ഇത് ഒരു വശത്ത് ഒരു സ്ഥലത്ത് ഇത് മാറ്റാതെ അവിടേക്ക് അവരെ ഉപയോഗിക്കാൻ എത്ര പേരെ ഇതിനകത്ത് ഈ തിയേറ്ററിനകത്ത് കൊണ്ടെത്തിക്കാൻ എന്ത് ചെയ്താൽ പറ്റുമെന്നുള്ള റിസർച്ച് മാത്രമേ നടക്കുന്നുള്ളൂ. സിനിമ എടുക്കുന്നവരുടെ ഇടയിൽ മാത്രമേ റിസർച്ച് നടക്കുന്നുള്ളൂ. ആൾക്കാരെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പറ്റുന്നത്, ഇതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിക്കാർ ആൾക്കാരെ എങ്ങനെ സ്വാധീനിക്കണം എന്ന് ആലോചിക്കുന്ന വഴിയാണല്ലോ സകല അമ്പലത്തിലും പള്ളിയിലുള്ള സാധനം ചെയ്യുന്നവരായിട്ട് അവരും അറിയത്. ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിച്ച് വോട്ടുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ആ പണിയെല്ലാം അങ്ങ് നിർത്തി പള്ളിയിലും അമ്പലത്തിലും പോയി പള്ളിയിലെ ഹാജിമാരെയും മുക്രിമാരെയും അച്ഛന്മാരെയും ഒക്കെ കണ്ട് വോട്ട് യാചിക്കുന്നവരായിട്ട് ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ മാറിയില്ലേ? പിന്നെന്താ വ്യത്യാസം? ആ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടുത്തെ ന്യൂസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പത്രങ്ങളിനകത്തും ഈ ടെലിവിഷനകത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ സാധനങ്ങൾ മുഴുവൻ ദിവസവും കഴിഞ്ഞ മാസങ്ങളോളമാണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എരിവുള്ള സബ്ജക്റ്റുകളെ ഇവർ കൂടുതൽ ചർച്ച ചെയ്തു. ഞാൻ എരിവെന്ന് പറയുന്നത് എന്തുവാണ്? ഈ തരത്തിലുള്ള നിങ്ങൾ ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് ഒരു മാസമാണ് കൊലപാതകം ചർച്ച ചെയ്യുന്നത്. നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. ഞാനൊക്കെ ഈ 20 വർഷം മുമ്പ് സൂയിസൈഡ് പ്രിവെൻഷന്റെ ആദ്യത്തെ സാധനമാണ് ഈ ജേർണലിസ്റ്റുകളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാധനം അനാവശ്യമായി ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ് ഒരു ന്യൂസ് റിപ്പോർട്ടാണത്. അതിന്റെ മുകളിൽ അവിടെ ഗ്രാഫിക്കായ ഒരു കാര്യവും ഒരു സാധനവും പറയരുത് എന്ന് പറയുന്നത് മാനസികമായ പ്രശ്നം ഉണ്ടായിരിക്കുന്ന ആൾക്കാര് അത് കേട്ട് അത്തരത്തിലുള്ള ആളുകളായി മാറും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അങ്ങനത്തെ അതിന്റെ ഒരു എന്താ പറഞ്ഞാൽ ഞാനൊക്കെ അന്ന് ക്ലാസ്സുകൾക്ക് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. ആ വർഗമേ ഇല്ലാതായിപ്പോയി. അതുങ്ങളെല്ലാം ചത്തു മാറിയിട്ടുണ്ടാവും. ആ ജേർണലിസ്റ്റുകളെല്ലാം നമ്മളൊക്കെ സംസാരിക്കാൻ പറയുന്നത് ചെയ്തതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലും റേറ്റിംഗ് കൂട്ടുന്നതിന് എന്ത് മര്യാദകേടും ദിവസവും ചെയ്യാം. അതിന് എന്തെല്ലാം ചെയ്യാമോ അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് വയലൻസ് കൂടിയില്ലെങ്കിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ മതി. മൈത്രൻ പറഞ്ഞത് ഈ പറയുന്ന ആവേശം, മാർക്കോ പാണി പോലുള്ള സിനിമകൾ മാത്രമല്ല, ഈ ഇവിടുത്തെ ന്യൂസ് ചാനലുകളെക്കാളും ഡാമേജ് ചെയ്യുന്ന മറ്റൊന്നും ഈ കേരളത്തിൽ ഇല്ല.
വാർത്താ ചാനലുകൾ ചെയ്യുന്ന അത്രയും ഡാമേജ് എന്തായാലും മാർക്കോ ചെയ്യുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിരന്തരമായി ഇല്ലാത്ത വിഷയങ്ങളുടെ മുകളിലും കപടമായ രാഷ്ട്രീയവും സാമൂഹികമായ പ്രശ്നങ്ങളും ഉയർത്തി നടത്തുന്ന ചർച്ചയെക്കാളും വലുതായിട്ടുള്ള ദ്രോഹം ഈ വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കഞ്ചാവും മയക്കുമരുന്നിനേക്കാളും വലുതാണ് വാർത്താ ചാനലുകൾ. കാരണം അത്രത്തോളം ഡാമേജിങ് ആണ്. ഇവിടുത്തെ സീരിയലുകൾ മുഴുവൻ എടുത്താണ്. സകല സ്ത്രീകളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രായമായവരെ അത് കണ്ടോട്ടെ എന്നുള്ള നിലപാട് ഞാൻ എടുക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിനകത്തെ കഥ മുഴുവനും എന്ന് പറയുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് പഠിപ്പിക്കുന്നതിനും കുടിപ്പക പഠിപ്പിക്കുന്നതുമായിട്ടുള്ള, ഞാൻ ശരിക്കും പറഞ്ഞ ആളുകളെ ഇട്ട് പീഡിപ്പിക്കുന്നത്, അതിന്റെ ശരി തെറ്റുകൾ പഠിപ്പിക്കുന്നിടത്ത് പോലും അതിനെ ശരിയുടെ സ്ഥലത്തേക്ക് മാറ്റിയാണ് അത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ലോകത്ത് വയലൻസ് ഉണ്ടായിരിക്കുന്നത്, സിനിമയ്ക്കകത്ത് നമ്മൾ വയലൻസ് കാണിക്കും, പക്ഷെ വയലൻസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗതികെട്ടിട്ടൊരു ഒരു നായകൻ ചെയ്യുന്നതായിട്ടായിരുന്നു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ വില്ലന്മാരെ സ്പെഷ്യലായിട്ട് ഇറക്കുമതി ചെയ്യുമായിരുന്നു. അവര് ചെയ്യുന്നതിന് വിരുദ്ധമായിട്ട് ഇയാൾ വയലന്റ് ആയി പോയത് എന്നുള്ള ന്യായങ്ങൾ പഠിപ്പിച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഒരു വില്ലന് ഇന്ന് ആവശ്യമില്ല. വില്ലന്മാര് നായകന്മാരായിട്ട് അവരത് ചെയ്യുന്നതിനുള്ള ന്യായം അതിന്റെ ഗ്രാഫിക്കായി അത് കാണിച്ച് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ സാധനം കാണിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ. നമ്മള് വെറുതെ നോക്കിയാൽ മതി. ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദിയില് ഹെലൻ എന്ന് പറഞ്ഞിട്ട് ഒരു നർത്തകി ഉണ്ടായിരുന്നു. വാമ്പ് എന്നാ അവരെ വിളിക്കുന്നത്. സിൽക്ക് സ്മിത, ഇവരാരും ഇന്നില്ല. കാരണം നായിക അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ആളുകൾ ഇല്ലെന്ന്. ഇവിടെ വില്ലനും ഇല്ല, ഈ ബെല്ലി ഡാൻസ് നടത്തുന്ന ഒരു കഥാപാത്രവും ഇല്ല. ഇതെല്ലാം നായകനും നായികയും തന്നെയാ ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറെ ഈ തുണി ഉരിഞ്ഞ് നിൽക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുന്നവര് വേറെ ഒന്നും കാണിക്കാൻ ആരും വേണ്ട, ഇവര് തന്നെ മതി. ഈ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കാണേണ്ടത്. പിന്നെ വാല്യൂ എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ പറ്റി പറയുന്നേ ഇല്ല.